സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ തുടരുന്നത് സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അതിനാൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അന്വേഷിച്ചു വരുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണപ്പണിക്കാർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുകയാണെന്നും റിപ്പോർട്ടുകൾ. ഇതെന്തൊരു ഗതികേട്! ഒരു പ്രതീക്ഷയും ആശ്വാസവും തരാതെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. തലയിൽ കൈവച്ച് വ്യാപാരികളും സ്വർണ്ണപ്രേമികളും. ഇനി സ്വർണം വാങ്ങാൻ എത്ര നൽകണമെന്ന് കേട്ടാൽ ഞെട്ടലാണ്. തൊട്ടാൽ പൊള്ളുന്ന തരത്തിലാണ് സ്വർണ്ണവില കുതിക്കുന്നത്. പിടിതരാതെ റോക്കറ്റ് കുതിപ്പ് തുടരുകയാണ് തങ്കം. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്കുള്ള കുതിപ്പിലാണ്. സ്വർണ്ണവില ഉയർന്നുയർന്നു പോവുകയാണ്. കഴിഞ്ഞ 23 ദിവസത്തിനിടെ ഏകദേശം 10,000-ന് മുകളിലാണ് ഒരു പവൻ സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത്. അതോടെ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങുക എന്നത് താങ്ങാൻ കഴിയാത്ത ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും റെക്കോർഡ് വിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നാൽ അത് ആശങ്ക വർദ്ധിപ്പിക്കും. സ്വർണ്ണവിലയിലെ കുതിപ്പ് ശരിക്കും പറഞ്ഞാൽ വിവാഹ പാർട്ടികളെയാണ് വലയ്ക്കുന്നത്. കാരണം 10 പവൻ ആഭരണം വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 15 ലക്ഷത്തിന് മുകളിലെങ്കിലും വേണം. ലോകവിപണിയിൽ സ്വർണ്ണം ഔൺസിനും മാറ്റമില്ല, കുതിക്കുകയാണ്. $5,170. ആഗോള താരിഫ് ഉയർത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെയും മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളെയും തുടർന്ന് പുതുക്കിയ വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും നിക്ഷേപകർ സുരക്ഷിത ആസ്തി എന്ന നിലയിൽ സ്വർണത്തിലെ നിക്ഷേപം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണവിലയിൽ നിരന്തര മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സ്വർണ്ണവില പവൻ 1 ലക്ഷത്തിന് മുകളിൽ പോയത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്കായിരുന്നു തള്ളിവിട്ടത്. എന്നാൽ ഇപ്പോൾ 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില തിരിച്ചിറങ്ങുന്നില്ല. പ്രത്യേകിച്ച് കല്യാണ ആവശ്യക്കാർക്ക് ഇത് വലിയ ഞെട്ടൽ തന്നെയാണ്. ഇത്തരം സാധാരണക്കാരെ വിപണിയിലേക്ക് എത്തിക്കാൻ ജ്വല്ലറിക്കാർ ഇന്ന് പല ഓഫറുകളും വെക്കുന്നുണ്ട്. 5 പവനാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് സാധാരണയായി ആളുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. നേരത്തെ 20ഉം 50 പവനൊക്കെ വാങ്ങിയ ആളുകൾ ഇന്ന് 10 പവനിലാണ് ഒതുക്കുന്നത്. 1-2 ഷോമാലകളും കമ്മലുകളും വളകളുമടക്കം 10 പവനിൽ ലഭിക്കുന്ന ആഭരണങ്ങൾ 5 പവനിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അത് ജ്വല്ലറി വ്യാപാരത്തിന് കടുത്ത ക്ഷീണമാണ് നൽകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജ്വല്ലറി വ്യാപാരവും കടുത്ത പ്രതിസന്ധിയിലാണ്. മിക്ക ജ്വല്ലറിക്കാരും കടകൾ പൂട്ടേണ്ട അവസ്ഥയിലേക്കാണെന്നും വ്യാപാരികൾ പറയുന്നു. ആളുകൾ വലിയ അളവിൽ സ്വർണം വാങ്ങുന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണപ്പണിക്കാർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇവർക്കൊക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള തൊഴിൽ പൂർണ്ണമായും ഇല്ലാതാകുന്ന തരത്തിലേക്കാണ് നിലവിലെ വ്യാപാരം മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇടപെട്ട് മാറ്റണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. സ്വർണം നിർമ്മിക്കുന്നവരും വ്യാപാരികളും എല്ലാ ജീവനക്കാരും കൃത്യമായി ബിസിനസ് നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയും വിലക്കയറ്റം തുടർന്നാൽ സ്വർണ്ണപ്പണിക്കാരൊക്കെ പട്ടിണിയിലാകുമെന്നും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.